ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള് എന്നല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. കുടിക്കുന്നവരെല്ലാവരും ഉണ്ട് അതിൽ. അത് ജാതി കുടിക്കുന്നതിന് ജാതി മതമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും കുടിക്കുന്ന ആൾക്കാരല്ലേ മനുഷ്യൻ. ഉന്നം നോക്കാന്ന് പറയാം. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് ഉന്നം നോക്കിക്കൊണ്ടിരിക്കുന്ന കളി കൂടെയാണ്. അല്ലാതെ അത് ഒരിക്കലും വേണ്ടാത്തൊരു കളിയായിട്ട് പ്രേക്ഷകൻ പറയണ്ടായി. നിങ്ങളെ വീഡിയോയിൽ നിങ്ങളുടെ മുഖം കാണുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അറിയപ്പെടില്ല എന്നല്ല, നാടും നഗരമൊക്കെ അറിയപ്പെടും. പക്ഷേ നിങ്ങളുടെ മുഖം കാണിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്കണം എന്നാണ് പറഞ്ഞത്. കുളത്തിലെടുത്ത് പറഞ്ഞില്ലേ? കുളത്തിലോ? കേരളത്തില് ഇനി പ്രാന്താശുപത്രി കൂടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ മേഖലയും സ്തംഭിപ്പിച്ചു. ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് നേട്ടമുണ്ടോ? ഉണ്ട്. ഒരു മേഖലയ്ക്ക് നേട്ടമുണ്ട്. ബീവറേജിന് നല്ല നേട്ടമുണ്ട്. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ആര് പറഞ്ഞൂലേ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റുന്നില്ല എന്ന്? കേരളത്തിലെ ജനങ്ങള് വേറൊരു സംഭവം കൂടി പറഞ്ഞുതരാം കേട്ടോ. ബീവറേജും ശബരിമലയും ഒരു ബന്ധമുണ്ട്. എന്താ അറിയോ? അത് ഞാൻ പോണ വഴിക്ക് മെല്ലെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ മേഖലയും സ്തംഭിച്ചു എന്നും പറയാം. പിന്നെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, ജനങ്ങളെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞ് തീരല്ല. ഒരു തൊഴിലില്ല. ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യസ്തവിദ്യരായ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർക്കൊന്നും തൊഴിലില്ല. ഇവിടെ എന്തൊക്കെ ഒരു ഫാക്ടറി വരുന്നു. അതേപോലെ പിന്നെ ഒരു ഫാക്ടറിയിൽ 36 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാന്നൊക്കെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരല്ല കേട്ടോ, പിണറായി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ വിദേശത്ത് പോയി പഠിക്കുകയും അതേപോലെ പിന്നെ സ്വന്തം തൊഴിൽ ഒഴിവാക്കിയിട്ട് പഠിക്കാൻ പോകും. അങ്ങനെ ഓരോ ഇതൊക്കെ കേൾക്കലും കാണലുണ്ടായി. അവസാനം സർക്കാർ കാല് മാറി. പിന്നെ അപ്പോൾ ഇതിലിപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലിപ്പോൾ ജോലി എന്ന് പറയുന്നത് ഒന്നുമില്ല. പണ്ട് പിന്നെ KCP കളി അറിയും. KCP അതായത് 3 കോടി വെച്ചിട്ടൊരു കളിയുണ്ടല്ലോ, KCP എന്നറിയാം. ഞങ്ങൾ KCP എന്നറിയാം. നിങ്ങളുടെ ജില്ലയിൽ അല്ലെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് വരിക എന്നറിയില്ല. KCP വെച്ചാൽ കിട്ടും അന്ന് 50 പൈസ കേട്ടോ, അന്നത്തെ കാലത്ത്. ഇപ്പോൾ അങ്ങനെയൊക്കെ കളി ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ട് തോന്നുന്നു. പക്ഷേ ഇപ്പം KCP കളിക്കാനും കൂടി ആളില്ലാതെ. കാരണം അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഉന്നം നോക്കാന്ന് പറയാം. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് ഉന്നം നോക്കിക്കൊണ്ടിരിക്കുന്ന കളിയും കൂടിയാണത്. അല്ലാതെ അത് ഒരിക്കലും വേണ്ടാത്തൊരു കളിയായിട്ടല്ലത്. ഏത് മേഖലയാണ് ഇപ്പോൾ വിജയിക്കുന്നത്? സർക്കാരിൻ്റെ മേഖല മാത്രമാണ് ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭ്രാന്തന്മാരാവും. കാരണം ഈ തൊഴിലില്ലാതെ ഈ മദ്യപിച്ചുകൊണ്ട് എത്ര ദിവസം നടക്കും? അതുകൊണ്ട് എന്താണ് കാര്യം? ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണ്ടേ? ഇപ്പം നമ്മുടെ കേരളം അങ്ങനത്തോരാണ്. നന്മയുള്ള ലോകമേ പള്ളി കാത്തിരുന്നു കാണുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. കാത്തിരുന്നിപ്പോൾ കാണുന്നില്ല നിങ്ങൾ? ഇപ്പം എന്താ കാണുന്നത് നിങ്ങൾ? അതന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിട്ട പാട്ടാണെന്ന് പറയില്ലേ.
എല്ലാവരും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ചിട്ട് ഇപ്പോൾ എത്ര കുട്ടികൾ എത്ര വിദ്യാഭ്യാസം നേടിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് എത്ര കുട്ടികൾ 25-30 വയസ്സിനുള്ളവർ PSC പരീക്ഷ എഴുതിയിട്ട് ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കുട്ടികൾ നിൽക്കുന്നുണ്ട് അറിയോ കേരളത്തിൽ. ഇവരൊക്കെ വേറൊന്നും കൂടി ഉണ്ട്, ഇവർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ വേണം. എന്നാൽ പിന്നെ നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് കുറേ ജോലി ഉണ്ടാക്കി കൊടുക്കുക. സർക്കാരിനോട് പറയേണ്ട കാര്യം ഇതാണ്. ഇത് ഗവൺമെൻറ് ജോലിയും കൊടുക്കില്ല, പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക വിദ്യാഭ്യാസവും കൊടുക്കില്ല, നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു ഒന്നും കൊടുക്കണില്ല, ഒന്നും. ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഞമ്മക്കൊന്നും പറയാനുള്ള അവസ്ഥ അല്ല. പിന്നെ എന്താ സംഭവം എന്നറിയോ? മെയിനായിട്ടുള്ള കാര്യം, മനുഷ്യന് ദൈവം നാവ് തന്നിട്ടുണ്ടല്ലോ. ഈ നാവും ഉണ്ടായിരുന്നാൽ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ആണി തുരുമ്പ് പിടിക്കാതിരിക്കാൻ മണ്ണെണ്ണയിൽ തേക്കും. അത് തുരുമ്പല്ല, മണ്ണെണ്ണയിൽ തേഞ്ഞാൽ. ഇതിപ്പോൾ നാവ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ മണ്ണെണ്ണയിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞു വരുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം പറഞ്ഞില്ലേ ശബരിമലയും ബീവറേജും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. പിന്നെ അതന്നെയാണല്ലോ പറഞ്ഞത്. വ്യത്യാസമല്ല, ഒരു ബന്ധമുണ്ട് അവർ തമ്മിൽ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, എല്ലാ ഉദാഹരണം കൊണ്ട് നടക്കണം. ഇപ്പോൾ 65 വേണ്ട 65% ശബരിമല അയ്യപ്പ വിശ്വാസികൾ, ദൈവവിശ്വാസികൾ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ച് കണക്ക് കൂട്ടാം അല്ലേ. അതായത് 5, 25, 35, 37, 65% അത്ര തന്നെ ഉള്ളൂ. അതിൽ കൂട്ടണം, എത്ര കണക്കൂട്ടിയാലും കിട്ടണില്ല, അതിന് മേലെ കിട്ടണില്ല. ഇത്രയും പിന്നെ വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ, അതിൽ വേണമെങ്കിൽ ഒരു 10% കൂടി കൂട്ടാം. 65 എന്നുള്ളത് 69 ആക്കാം, 70ക്ക് എത്തില്ല. ഞാൻ വിശ്വാസത്തിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്, വേറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ശബരിമലയിൽ ഭയങ്കര ഭക്തജന തിരക്കാണ്. മലയ്ക്ക് മാലിട്ടവർ, മലയ്ക്ക് മാലിടാൻ പോണവരുണ്ട്. പിന്നെ ഈ വൃശ്ചിക മാസമായി കഴിഞ്ഞാൽ, അതായത് പിന്നെ ഇപ്പോഴത്തെ കണക്ക് നോക്കുക കേട്ടോ, സർക്കാരിൻ്റെ കണക്കാണ് ഞാൻ നോക്കണേ. ബീവറേജ് ഔട്ട്ലെറ്റിൽ, അതേപോലെ ബാറിൻ്റെ ഇതിൽ പൈസ വരവ് കമ്മിയായിരുന്നു. കാരണം എല്ലാവരും കുടിക്കണമെന്നല്ല കേട്ടോ പറഞ്ഞത്, എല്ലാവരും കുടിക്കുന്ന ആൾക്കാരുമല്ല. പക്ഷെ അങ്ങനെ കുടികാരന്മാരാക്കി 95% എല്ലാവരും ഉണ്ടായില്ലേ. അതിപ്പോൾ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. കുടിക്കണവരെല്ലാവരും ഉണ്ടായില്ലേ. അത് ജാതിയും കുടിക്കണതിന് ജാതി മതമൊന്നും ഇല്ലല്ലോ. കിട്ടിയ എന്തും കുടിക്കുന്ന ആൾക്കാരല്ലേ മനുഷ്യന്മാർ. അപ്പോൾ എന്ത് പിന്നെ ഇത് കിട്ടിയാലേ അവർ കുടിക്കും. കുടിച്ചോട്ടെ, കുടിക്കണത് നല്ലതാണേ. പിണറായി വിജയനെ പറയണ്ടായി കേരളത്തിൽ യുവാക്കൾ ഫിറ്റായിട്ടിരിക്കണം എന്ന്. ഫിറ്റായിട്ടിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം ഫിറ്റായിട്ടിരിക്കുക, ശരീരത്തിലെ ആരോഗ്യം നോക്കി ഫിറ്റായിട്ടിരിക്കണം എന്നാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. അല്ലാതെ വേറൊന്നും മൂപ്പര് ഉദ്ദേശിച്ചില്ല കേട്ടോ. അതുകൂടി പറയാം. എന്ത് പറഞ്ഞാലും നിങ്ങൾ കുറ്റം കണ്ടെത്തുന്ന ആൾക്കാരാണ് ആദ്യം. അപ്പോൾ പിന്നെ ബീവറേജിൻ്റെ പൈസ കമ്മിയായിരുന്നു എന്നാണ് രഹസ്യമായി കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ഇതാണ് പിന്നെ വേറൊന്നുണ്ട് കേട്ടോ. ശബരിമലയിൽ പോയി 95% വിശ്വാസമുള്ളവരാണോ പോണത്? അല്ല, കുടി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം മല കാണുന്നത്, മലയ്ക്ക് പോണത്, ശബരിമലയ്ക്ക് പോണത്. വൃശ്ചിക 1-ാം തീയതി മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പസ്വാമീനെ കാണാനാണ് പോണത് ഇവർ. പക്ഷേ അതിൽ വേറൊരു തതുദ്ദേശം കൂടി ഉണ്ട്. അയ്യപ്പസ്വാമീനെ കാണാനല്ല പോണതേ, അവർ കുടി നിർത്തണം എന്നുള്ള രീതിയിലാണ് പോണത്. ശരി, സമ്മതിച്ചു, അതിനൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവർ മാല ഊരുമ്പോൾ നോമ്പ് ഒഴിവാക്കാന്നൊരു ചടങ്ങുണ്ട്. അതായത് അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചാരിയാണ്.
ഒന്നും പാടില്ലല്ലോ, ഒന്നും നമ്മുടെ. അപ്പോൾ മൂപ്പര് ബ്രഹ്മചാരിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ മാല ഊരിൻ്റെ ഒരു ചടങ്ങുണ്ട്. മാല ഊരുമ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് നിത്യ ബ്രഹ്മചാരി ആവാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഇറച്ചി മീനും ഒക്കെ വയ്ക്കും വീട്ടിൽ. മാല ഊറിന ദിവസം അന്ന് വൈകുന്നേരം 2 അടിക്കും. ആ 2 അടിക്കുന്നത് പിറ്റേ ദിവസം തുടങ്ങും. അന്നാണ് കുടി, അന്ന് നിർത്തുകയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ അവർ നിർത്തില്ല. അവർ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. ആദ്യത്തെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ വിശ്വാസം അങ്ങനെ ആയിരുന്നല്ലോ. പണ്ടത്തെ വിശ്വാസം ഒരു വിശ്വാസം തന്നെയായിരുന്നു. ആ വിശ്വാസമൊക്കെ ഇപ്പം ചവിട്ടി പൊളിച്ച് മതിൽ കെട്ടി ഒക്കെ പണ്ടാരക്കെട്ട് കെട്ടി അറിയില്ലേ.